നിങ്ങൾക്കെല്ലാം അമ്പരപ്പുണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ആണ് കേട്ടോ പ്രത്യേകിച്ച്. നമുക്ക് ഈ ഐഫോൺ സമ്മാനിച്ചത് ആരാണ്? സ്റ്റീവ് ജോബ് അല്ലെ? ആപ്പിളിന്റെ ഉപജ്ഞാതാവ്, ടെക്നോളജി ജീനിയസ് എന്നറിയപ്പെടുന്ന സ്റ്റീവ് ജോബ്സ്. അമ്പരപ്പുണ്ടാക്കുന്ന കാര്യം അതല്ല. നമുക്കെല്ലാം ഐഫോൺ തന്ന, നമ്മളെല്ലാം ഐഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ച സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ മക്കളെ ഐഫോണോ ഐപാഡോ ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല, അനുവദിച്ചിരുന്നില്ല. അമ്പരപ്പ് തോന്നുന്നു അല്ലേ? എന്തുകൊണ്ട്? 2010 ഒരു ഇന്റർവ്യൂവിൽ വെച്ച് അദ്ദേഹത്തിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളുടെ മക്കൾക്ക് ഐഫോണും ഐപാഡും ഒക്കെ വലിയ ഇഷ്ടമായിരിക്കുമല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, നോ, ഞാൻ അവരെ ഇത് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ല, ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ആശ്ചര്യപ്പെട്ടുകൊണ്ട് പത്രപ്രവർത്തകൻ വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു ടെക്നോളജിയുടെ ടൂളാണ്, ഇത് ആ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കുന്ന ഐഫോണെ അത് ഒരു ബേബി സിറ്റർ അല്ല, കുട്ടിയെ നോക്കാനുള്ള സാധനമല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണമല്ല ഐഫോൺ എന്നാണ് അദ്ദേഹം കൊടുത്ത ഉത്തരം. ടെക്നോളജിക്ക്, മൊബൈൽ ഫോണിന് ഭാവിയെ നിർണ്ണയിക്കാനും നിശ്ചയിക്കാനും സാധിക്കും. പക്ഷെ അത് കുട്ടികളുടെ ഫോക്കസ്, കണക്ഷൻ, ക്രിയേറ്റിവിറ്റി ഇവയെ എല്ലാം നശിപ്പിക്കും. സ്റ്റീവ് ജോബ്സ് പറഞ്ഞതാ. അദ്ദേഹം പിന്നെയും പറഞ്ഞു, കുട്ടികളുടെ ചിന്തകൾ ഉണ്ടാകുന്നത്, അവരുടെ ലേണിംഗ്, പഠനം ഒക്കെ ഉണ്ടാകുന്നത് അവർ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ്, അവർ ആളുകളോട് സംസാരിക്കുമ്പോഴാണ്. അദ്ദേഹം പിന്നെയും കൂട്ടിച്ചേർത്തു, വൈകുന്നേരം ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ, എന്റെ മക്കളും ഞങ്ങളുമൊക്കെ വായനയെക്കുറിച്ചും വായിച്ചതിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും, ചിന്തകളെ കുറിച്ച് ചർച്ച ചെയ്യും, ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യും. ഡിസ്കഷൻസ് ആണ് നടക്കുക, അല്ലാതെ ഫോണിൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഡൈനിങ് ടേബിളിൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനമാണ് കൊടുക്കുന്നത്, അതോ അവർ ആവശ്യപ്പെടുന്ന സാധനമാണ് കൊടുക്കുന്നത്? അവർ ആവശ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ടാകും, ചിരിയുണ്ടാകും ഇപ്പോൾ. പക്ഷെ പിന്നീട് അത് അവരുടെ മുഖത്തെ ചിരി എന്നേക്കുമായി മാച്ചുകളയും, അവരുടെ ഭാവിയെ തകർത്ത് കളയും. ഹ്യൂമൻ കണക്ഷൻസ്, മനുഷ്യ ബന്ധങ്ങളിൽ അവർ ഏർപ്പെടാതെയാകും. സ്റ്റീവ് ജോബിന് നോ പറയാമെങ്കിൽ നിങ്ങൾക്കും പറ്റണം. തന്റെ മക്കൾക്ക് ഐഫോൺ കൊടുക്കാതിരിക്കുവാൻ, ഫോൺ ടെക്നോളജി കൊടുക്കാതിരിക്കുവാൻ സ്റ്റീവ് ജോബിന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കണം. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, സ്റ്റീവ് ജോബിന്റെ മക്കൾക്ക് ഐഫോൺ ഉപയോഗിക്കാതെ, ഫോൺ ടെക്നോളജി ഉപയോഗിക്കാതെ അവർക്കും ജീവിതത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കണം. ആവശ്യമായ സമയത്ത് മാത്രം നിങ്ങൾ അതിലേക്ക് തിരിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഒരു രക്ഷിതാവായിട്ടിരിക്കുക, ഒരു പാരന്റ് ആയിട്ടിരിക്കുക. ഡിസ്ട്രാക്ഷൻസ് കൂട്ടുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരൻ, കച്ചവടക്കാരൻ ആകാതിരിക്കുക. സ്റ്റീവ് ജോബ്സിന് സാധിക്കുമെങ്കിൽ നമുക്കും അത് സാധിക്കണം.